ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മധുരയിലാണ്. ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മുൻപിന്ന് ഷൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഉള്ളിലേക്ക് പ്രവേശനമില്ല, പിന്നെ ക്യാമറ കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ തിരുമലൈ നായകർ മഹൽ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പാലസ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഗാന്ധി മ്യൂസിയം ഉണ്ട്. ഇതൊക്കെ കാണാനാണ് ഇന്ന് പോകുന്നത്. മധുരയിലെ ഗവൺമെൻറ് ലോ കോളേജാണിത്. 1974 ഇത് സ്ഥാപിതമായത്. ലോ കോളേജിന് തൊട്ടടുത്തു തന്നെയുള്ള വേൾഡ് തമിഴ് സംഘം എന്ന ബിൽഡിംഗാണിത്. 2016 സ്ഥാപിതമായ ഇത് തമിഴ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു ഗവേഷണ കേന്ദ്രമാണ്. ഗാന്ധി മെമ്മോറിയൽ മ്യൂസിയമാണിത്. ഇവിടെ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1959 ഇത് സ്ഥാപിതമായത്. മഹാരാഷ്ട്രയിലെ വാർധയിലെ സേവാഗ്രാമിൽ മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന കുടിലിന്റെ ഒരു മാതൃക ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. മുള ഉപയോഗിച്ചാണ് ഇതിന്റെ റൂഫ് നിർമ്മിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്നത് പോലെയുള്ള ടേബിളും കിടക്കയും എല്ലാം ഇവിടെ കാണാം. പുൽപ്പായ വിരിച്ചിട്ടുള്ള ഒരു കട്ടിലാണ് ഈ റൂമിലുള്ളത്. ബാത്റൂമാണിത്. വുഡ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ടോയ്ലറ്റും ഇവിടെ കാണാം. ബാത്റൂമിന് തൊട്ടടുത്തായി ഒഴിഞ്ഞുകിടക്കുന്ന ഒരു റൂമാണിത്. ഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിൽ റിനോവേഷൻ വർക്ക്സ് നടക്കുന്നതിനാൽ ഗാന്ധിജിയുടെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ഫോട്ടോ ഗാലറി വിനോബ ജ്യോതി ഹാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ബിൽഡിംഗിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രാജ്യത്തെ 5 ഗാന്ധി മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പ്രദർശിപ്പിക്കുന്ന ഒട്ടനവധി അപൂർവ ഫോട്ടോകളുടെ കളക്ഷൻ ഇവിടെയുണ്ട്. മഹാത്മാഗാന്ധിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുക്കന്മാരുടെയും ഫോട്ടോസ് ഇവിടെയുണ്ട്. മഹാത്മാഗാന്ധിക്ക് 7 വയസ്സുള്ളപ്പോഴുള്ള ഫോട്ടോയും ലോ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴുള്ള ഫോട്ടോയും ഇവിടെ കാണാം. ഗാന്ധി യുഗം ആരംഭിക്കുന്നതിനെ പറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവും 1905 ബംഗാൾ വിഭജനവും 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും ഉൾപ്പെടെ ഇന്ത്യ സ്വതന്ത്രമാകുന്നതുവരെയുള്ള അപൂർവ ഫോട്ടോ പ്രദർശനവും അതിൻ്റെ വിവരണങ്ങളും ഇവിടെയുണ്ട്. ഇന്നു കാണുന്ന രീതിയിൽ നമ്മുടെ ദേശീയ പതാക എങ്ങനെയുണ്ടായി എന്നുള്ള പരിണാമമാണ് ഇവിടെ കാണിക്കുന്നത്. ഓരോ വർഷത്തിലും ദേശീയ പതാകയ്ക്കുണ്ടായ മാറ്റം ഇവിടെ കാണാം. തിരുമലൈ നായക് പാലസ് കാണാനാണ് ഇനി പോകുന്നത്. പാലസിന്റെ എൻട്രൻസ് ആണിത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെയാണിത്. ഒരാൾക്ക് 10 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. 1623 മുതൽ 1659 വരെ മധുര ഭരിച്ചിരുന്ന മധുരൈ നായക് രാജവംശത്തിലെ രാജാവായ തിരുമല നായകൻ 1636 നിർമ്മിച്ചതാണ് ഈ പാലസ്. പാലസിന്റെ മെയിൻ എൻട്രൻസ് കടന്ന് നമ്മൾ ആദ്യം എത്തുന്നത് പാലസിന്റെ നടുമുറ്റത്തേക്കാണ്. 40,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള നടുമുറ്റമാണിത്. പാലസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ തൂണുകളാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഇതിലെ ഏറ്റവും വലിയ തൂണുകൾക്ക് 82 അടി ഉയരവും 19 അടി വീതിയുമാണ് ഉള്ളത്. ദ്രാവിഡ ഇറ്റാലിയൻ വാസ്തുവിദ്യയിലാണ് ഈ പാലസ് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ കൊത്തുപണികൾ നമുക്ക് ഈ പാലസിൽ കാണാൻ കഴിയും. പാലസിന്റെ 1/4 ഭാഗം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്.
പാലസിന്റെ മധ്യഭാഗമായ ഇവിടെ ഒരു സിംഹാസനം കാണാം. സിംഹാസനം വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. ചെറുതും വലുതുമായി 248 തൂണുകളാണ് ഈ പാലസിൽ ഉള്ളത്. പഴയ പാലസിന്റെ 2 പ്രധാന ഭാഗങ്ങളായിരുന്നു സ്വർഗവിലാസവും രംഗവിലാസവും. രാജാവ് താമസിക്കുകയും രാജഭരണം നടത്തിയിരുന്നതും സ്വർഗവിലാസത്തിൽ വെച്ചായിരുന്നു. രാജാവ് അതിഥികളെ കണ്ടതും മറ്റ് കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നത് രംഗവിലാസത്തിൽ വെച്ചായിരുന്നു. സ്വർഗവിലാസം എന്ന് വിശേഷിപ്പിക്കുന്ന പാലസിന്റെ ഭാഗമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഈ പാലസിന്റെ വാസ്തുവിദ്യ മറ്റു പാലസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പാലസ് കണ്ടതിനു ശേഷം മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. മീനാക്ഷി കോയിൽ സ്ട്രീറ്റ് എത്തുമ്പോൾ തന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഗോപുരം ദൂരെ കാണാം. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനരികിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. വഴിയോര കച്ചവടക്കാർ പലതരത്തിലുള്ള മാലകളും മറ്റും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ തെക്ക് ഭാഗത്തുള്ള ഗോപുരമാണിത്. 4 പ്രധാന ഗോപുരങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഇതിന് 170 അടി ഉയരമുണ്ട്. പല സൈസിലുള്ള ചെരുപ്പുകൾ കൊട്ടയിൽ വിൽപ്പനയ്ക്കായി വെച്ചതാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗോപുരമാണിത്. 1623-നും 1655-നും ഇടയിലാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ദിവസേന 15,000-ഓളം സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ട്. പാർവതി ദേവിയുടെ ഒരു അവതാരമാണ് മധുര മീനാക്ഷി ദേവി. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഗോപുരമാണിത്. ഗോപുരങ്ങളിൽ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതിനാൽ ഗോപുരത്തിന് മുകളിലുള്ള ശില്പങ്ങളും മറ്റും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുകയില്ല. ക്ഷേത്രത്തിലാകെ 33,000-ഓളം ശില്പങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഈ കാണുന്ന കിഴക്ക് ഭാഗത്തുള്ള ഗോപുരമാണ് 4 ഗോപുരങ്ങളിൽ വെച്ച് ഏറ്റവും പഴയത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തു കൂടെയുള്ള മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഈ കവാടത്തിന്റെ റൂഫിലും സൈഡിലുമൊക്കെ വളരെ മനോഹരമായ പെയിന്റിംഗ് നമുക്ക് കാണാൻ കഴിയും. ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന തിരുകല്യാണം അഥവാ ചൈത്ര മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണിപ്പോൾ. ഫുഡ് പാത്തിലൂടെ നടക്കുമ്പോഴാണ് ഒരു കടയുടെ സൺഷെയ്ഡിൽ നിന്നും നല്ല തണുത്ത വെള്ളം നടന്നു പോകുന്ന ആളുകളുടെ മുകളിലേക്ക് സ്പ്രേ ചെയ്യുന്നത് കണ്ടത്. മധുരയിലെ നേതാജി റോഡാണിത്. ഇവിടെ നിന്നും ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. ഇതാണ് പെരിയാർ ബസ് സ്റ്റാൻഡ്. സമനാർ മല കാണാനാണ് ഇനി പോകുന്നത്. ദൂരെ കാണുന്നതാണ് സമനാർ മല. സമനാർ മലയുടെ താഴെയുള്ള വലിയൊരു കുളമാണിത്. കീലക്കുയിൽക്കുടി എന്ന ഗ്രാമത്തിലാണ് ഈ മലയുള്ളത്. മധുരയിൽ നിന്നും 11 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്.
ഈ കുളത്തിൽ വലുതും ചെറുതുമായി ഒട്ടേറെ മീനുകളുണ്ട്. കുളത്തിനരികിലായിട്ടുള്ള ക്ഷേത്രമാണിത്. ഒട്ടേറെ ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിൽ കാണാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ മലയെ ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമനാർ മല എന്നറിയപ്പെടുന്ന ഈ പാറയ്ക്ക് മുകളിലേക്ക് കയറാൻ ഒട്ടേറെ സ്റ്റെപ്പുകൾ കൊത്തിയിട്ടുണ്ട്. ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ സ്റ്റെപ്പുകൾ ഇല്ലാതെ കൈവരികൾ മാത്രമാണ് ഉള്ളത്. മുകളിലെത്തുമ്പോഴുള്ള ആദ്യത്തെ സൈറ്റാണിത്. പേച്ചിപ്പള്ളം എന്നാണ് ഈ സൈറ്റ് അറിയപ്പെടുന്നത്. ബാഹുബലിയുടെയും മഹാവീരന്റെയും ഉൾപ്പെടെ 8 വ്യത്യസ്ത ശില്പങ്ങൾ ഇവിടെ കാണാം. ജൈന തീർത്ഥങ്കരുടെ ഈ ശില്പങ്ങൾ 9ാം നൂറ്റാണ്ടിൽ ജൈന സന്യാസിമാർ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഈ ശില്പങ്ങൾക്ക് താഴെയായി കാണുന്ന തമിഴ് ബ്രാഹ്മി ലിപിക്ക് 2000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പാറയുടെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള പുരാതന ലിപികളും ശില്പങ്ങളും ഉണ്ട്. പേച്ചിപ്പള്ളം സൈറ്റിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ജൈന വിദ്യാലയത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. പാറയുടെ മുകളിൽ പുരാതന കാലത്ത് ചെയ്ത പല കൊത്തുപണികളും കാണാം. പാറയ്ക്ക് മുകളിൽ 2 പാറകൾ കൂടി ചേർന്നതുപോലെയുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ 4 ഗോപുരങ്ങളും കാണാൻ കഴിയും. സമനാർ മലയ്ക്ക് അരികിലൂടെ പോകുന്ന റെയിൽവേ ലൈനാണ് താഴെ കാണുന്നത്. സമനാർ മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. സമനാർ മലയിൽ നിന്നും കുറച്ചു ദൂരെയായിട്ടുള്ള ബസ് സ്റ്റോപ്പിലാണിപ്പോൾ. അധികം ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടാണിത്. മധുരയിലെ പ്രശസ്തമായ വണ്ടിയൂർ മാരിയമ്മൻ തേപ്പക്കുളമാണിത്. ഈ കുളത്തിന് നടുക്കായി മാരിയമ്മൻ ക്ഷേത്രം കാണാം. വൈഗ നദിയിൽ നിന്നാണ് ഈ ക്ഷേത്രക്കുളത്തിലേക്കുള്ള വെള്ളം എടുക്കുന്നത്. ഇപ്പോൾ കീലടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവുകയാണ്. വളരെ വലിയൊരു നെൽപ്പാടത്തിനരികിലാണ് ബസ് ഇറങ്ങിയത്. മധുരയിൽ നിന്നും 12 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ശിവഗംഗ ജില്ലയിലാണ് ഈ എക്സ്കവേഷൻ സൈറ്റ്. എക്സ്കവേഷൻ സൈറ്റിൽ നിന്നും ലഭിച്ച പുരാവസ്തുക്കളുടെ ഫോട്ടോയാണിത്. എക്സ്കവേഷൻ സൈറ്റിന് മുകളിൽ പന്തല് കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. ഭൂനിരപ്പിൽ നിന്നും 2.5 മീറ്റർ താഴെയായിട്ടാണ് പുരാവസ്തു ശേഖരം കിട്ടിയിട്ടുള്ളത്. 3.5 കിലോമീറ്റർ ചുറ്റളവിൽ 80 ഏക്കർ വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ എക്സ്കവേഷൻ നടക്കുന്നത്. ഓരോ മതിലിന്റെയും സൈഡിൽ പുരാവസ്തുക്കൾ കാണുന്നുണ്ട്. എക്സ്കവേഷൻ സൈറ്റിന് മുകളിൽ റൂഫ് ഉള്ളതിനാൽ വേണ്ടത്ര ലൈറ്റ് താഴേക്ക് ലഭിക്കുന്നില്ല. ഇവിടെ നിന്നും ലഭിച്ച പുരാവസ്തുക്കൾക്ക് 2600 വർഷം വരെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കീലടി ഉൾപ്പെടെ 293 സ്ഥലങ്ങളിൽ പുരാവസ്തു അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. എക്സ്കവേഷന്റെ 10th ഫേസ് ഏരിയയാണ് ഇത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.